നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഗ്രഹം നീചം നിന്നാലും അല്ലെങ്കിൽ ആ ഗ്രഹം നീചഭംഗം വരുന്നത് എങ്ങനെ, നീചഭംഗ രാജയോഗം വരുന്നത് എങ്ങനെ എന്ന സബ്ജക്റ്റാണ് സംസാരിച്ചത്. അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശുഭത്വത്തെക്കുറിച്ച് പറഞ്ഞു. നീചൻ്റെ കൂടെ ഒരു ഉച്ചഗ്രഹം വരുമ്പോഴാണ് നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി. പൗർണമി ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യന് മൗഢ്യമില്ലാത്ത അവസ്ഥ കൂടി ഉണ്ടാവണം, അതും പറഞ്ഞു. അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു വിഷയം, ഒരു ഗ്രഹം നീചം വന്നു, അതേസമയം തന്നെ നീചഗ്രഹത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ മീനത്തിലെ ബുധൻ നീചനാണ്. ബുധൻ നീചം വന്നു, അതേസമയം ഗുരു ബുധൻ്റെ ക്ഷേത്രമായ മിഥുനത്തിലോ കന്നിയിലോ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ ഗ്രഹപരിവർത്തനം എന്നാണ് പറയുക. പരസ്പരം രണ്ട് ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്ത്, ബുധനും ഗുരുവും തമ്മിൽ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് രണ്ട് ഗ്രഹങ്ങൾക്കും കാരകത്വം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഒരു ഗ്രഹത്തിന് രണ്ട് പ്രധാന ക്വാളിറ്റീസാണ് പറഞ്ഞത്. ഒന്ന് അതിൻ്റെ കാരകത്വം. ഓരോ ഗ്രഹങ്ങൾക്കും പ്രധാനമായ കാരകത്വങ്ങളുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അതിൽ തന്നെ രണ്ടാമത് പറയുന്നത് ആധിപത്യമാണ്. അത് ലഗ്നം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക. ലഗ്നത്തിൻ്റെ എത്രാം ഭാവമാണോ ആ ആധിപത്യം, ഒന്നാം ഭാവാധിപത്യം, രണ്ടാം ഭാവാധിപത്യം, മൂന്നാം ഭാവാധിപത്യം. എക്സാമ്പിൾ നോക്കി, കന്നി ലഗ്നാണെന്ന് വയ്ക്കാം. കന്നി ലഗ്നത്തിന് 7 ബുധൻ നീചം ചെയ്തു, അപ്പോൾ ലഗ്നാധിപനാണ് നീചം ചെയ്യുന്നത്. അതേസമയം ഗുരു വന്നിട്ട് മിഥുന രാശിയിൽ 10ാം രാശിയിൽ നിന്നു എന്ന് വയ്ക്കാം. അപ്പോൾ 7ാം രാശിയുടെ നാഥനാണ് പരിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ 10ഉം 7ഉം തമ്മിലാണ് പരിവർത്തനം. അവിടെ ലഗ്നത്തിനെ കൂടുതൽ പരിവർത്തനം എന്ന് പറഞ്ഞുകൂടാ, 10ാം ഭാവത്തിനാണ് കൂടുതൽ ഫലം വരിക. 10, 7ഉം തമ്മിൽ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ നീചഭംഗം വരും. രാജയോഗം എന്ന് പറഞ്ഞുകൂടാ, നീചഭംഗം തന്നെയാണ്. നീചം, ആഗ്രഹം നീചമല്ല എന്ന് പറയാം. ഇത് പരിവർത്തനം, ഗ്രഹങ്ങൾക്ക് പരസ്പര പരിവർത്തനം വരുന്നതും നീചഭംഗമാണ്. അതുപോലെ തന്നെ വർഗോത്തമം വരുന്നതും നീചഭംഗമാണ്. ഒരു ഗ്രഹം നീചം ചെയ്തു, അപ്പോൾ രേവതി, ഇപ്പോൾ എക്സാമ്പിൾ ബുധൻ തന്നെ എടുക്കാം. ബുധൻ മീനം രാശിയിലെ അവസാന പാദം എന്ന് പറയുന്നത് രേവതിയുടെ 4ാം പാദം. മീനം രാശി എന്ന് പറയുന്നത് ഉരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്ന് പറയുന്ന 2 മുഴു നക്ഷത്രങ്ങളുമാണ്. അതിൽ തന്നെ രേവതിയുടെ 4ാം പാദത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ ബുധൻ വർഗോത്തമം വരും. ബുധൻ മീനത്തിൽ തന്നെ അംശിക്കും. അതും നമുക്ക് ഒരു വകയിൽ നീചഭംഗം എന്ന് തന്നെ പറയാം. കാര്യം വർഗോത്തമ ശുഭത്വം ആണ്. അങ്ങനെ ശുഭത്വമാണ് യഥാർത്ഥത്തിൽ ഗ്രഹത്തിൻ്റെ നീചഭംഗത്തെ കൊണ്ടുവരുന്നതും. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ശുക്രൻ ബുധൻ്റെ കൂടെ വരുമ്പോൾ, ഒരു ഉച്ചഗ്രഹം അല്ലെങ്കിൽ ഒരു പൗർണമി ചന്ദ്രൻ ഉച്ചനോട് തുല്യമായ അവസ്ഥയുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ പ്രധാനമായിട്ടും നീചന് വരുമ്പോഴാണ് നീചഭംഗ രാജയോഗം വരുന്നത്. പ്രധാനമായി ചന്ദ്രൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ഉച്ചഗ്രഹത്തിൻ്റെ യോഗം. ഇങ്ങനെ നീചത്തിനെക്കുറിച്ചും നീചഭംഗത്തിനെക്കുറിച്ചും നീചഭംഗ രാജയോഗത്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത്. അത് ബാക്കിയുള്ളതാണ് ഞാനിതിൽ സൂചിപ്പിച്ചത്. ഈ ആഴ്ചയിൽ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാവങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും ജ്യോതിഷത്തിൽ അനുഭവങ്ങളെ കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജ്യോതിഷിയുടെ അടുത്ത് വരുന്ന ജാതകങ്ങൾ ഒന്നുകിൽ വിദ്യാഭ്യാസത്തെ അറിയാൻ വേണ്ടിയോ, അല്ലെങ്കിൽ വിവാഹത്തെ അറിയാൻ വേണ്ടിയോ, അല്ലെങ്കിൽ വിദേശ സഞ്ചാരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയൊക്കെ നോർമലായിട്ട് വരാം. അതല്ലാതെ വരുന്ന ജാതകങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 6ാം ഭാവാധിപൻ്റെയോ 8ാം ഭാവാധിപൻ്റെയോ ദശകൾ നടക്കുന്നവരുടെ, അല്ലെങ്കിൽ 12ാം ഭാവാധിപൻ്റെ ദശകൾ നടക്കുന്നവരായിരിക്കും പ്രധാനമായിട്ട് വരിക. 6, 8, 12 ഭാവാധിപൻ്റെ ദശകൾ നടക്കുന്ന ആളുകളായിരിക്കും ജ്യോതിഷിയെ കാണാൻ പ്രധാനമായിട്ടും വരിക. അതല്ലെങ്കിൽ ശനി ഗോചരത്തിൽ അഷ്ടമശനിയോ ജന്മശനിയോ ആയിട്ട് വരുന്നവരും സാധാരണമായി കണ്ടുവരാറുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6-ാം ഭാവാധിപൻ്റെ ദശ അല്ലെങ്കിൽ 8-ാം ഭാവാധിപൻ്റെ ദശ ഒരാൾക്ക് എത്രമാത്രം ദുഷ്കരമായിരിക്കും എന്ന് തന്നെയാണ്. അതൊരു നല്ല ശതമാനം 6-ാം ഭാവാധിപത്യം, ശരിക്കും പറഞ്ഞാൽ 6-ാം ഭാവം എന്ന് പറയുന്ന ഒരു ഭാവം ജാതകത്തിൽ ഗ്രഹനിലയിൽ ആവശ്യമില്ലാത്തതാണ്. കാര്യം 6-ാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ രോഗം, ദുരിതം, കടം, വിപത്ത്, അതുപോലെ തന്നെ മത്സരം, യുദ്ധം തന്നെ, കലഹം, അങ്ങനെയും പറയാം, കലഹം, യുദ്ധം, ഇതെല്ലാം കേസ്, വഴക്ക്, കോർട്ട്, കോടതി എല്ലാം തരുന്നത് 6-ാം ഭാവമാണ്. ഇത് 6-ാം ഭാവാധിപൻ്റെ ദശ നടക്കുമ്പോൾ അല്ലെങ്കിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ നടക്കുമ്പോഴും സംഭവിക്കും. 6-ാം ഭാവ ബന്ധം വന്നിട്ടുള്ള ഒരു ദശ അല്ലെങ്കിൽ ഒരു അപഹാരം, ദശ മാത്രമല്ല അപഹാരത്തിലും വരാം. അപഹാരം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തേ ഉണ്ടാവുള്ളൂ, ദശ എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ഉണ്ടാവുന്നു മാത്രം. 6-ാം ഭാവാധിപൻ്റെ ദശ വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ചാണെന്ന് 6-ാം ഭാവത്തിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ലഗ്നത്തിനേക്കാൾ 6-ാം ഭാവത്തിന് ബലം വന്നാൽ കടം, ഇഷ്ടംപോലെ കടം കിട്ടും. അതൊന്ന്, കടം ഒരുപാട് കിട്ടാൻ അവസ്ഥയുണ്ടാവും, പക്ഷെ കടം തീരില്ല. ലഗ്നത്തിന് 6-നേക്കാൾ ബലം വന്നാൽ മാത്രമാണ് യോഗജാതകം എന്ന് പറയുള്ളൂ. എല്ലാ അവസ്ഥകളും ഉണ്ട്, പക്ഷെ 6-8 ഭാവമാണ് ലഗ്നത്തിനേക്കാൾ ബലമെങ്കിൽ അത് യോഗജാതകമാവില്ല. 6-ാം ഭാവത്തിനേക്കാൾ ബലം എപ്പോഴും ലഗ്നത്തിന് വരണം, ലഗ്നാധിപന് വരണം. അപ്പോൾ ലഗ്നാധിപൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ദശ വന്നാലും പ്രധാനമായിട്ടും നമ്മൾ 6-ാം ഭാവാധിപൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഒരു മേടലഗ്നാണെന്ന് വയ്ക്കാം. മേടലഗ്നത്തിന് 6-ാം ഭാവാധിപൻ്റെ ദശ ആരംഭം മുതൽ പറയുകയാണ്. മേടലഗ്നം എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ആദ്യത്തെ രാശിയാണ്, 1-ാം രാശി. മേടം ലഗ്നത്തിന് 6-ാം ഭാവമായിട്ട് കന്നി രാശിയാണ് വരിക. അപ്പോൾ മേടലഗ്നക്കാരന് ബുധൻ്റെ ദശ, കന്നി രാശിയുടെ നാഥനായ ബുധൻ്റെ ദശ വരുന്നു, 6-ാം ഭാവാധിപനാണ്. അത് ദുരിതമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ദോഷമായിരിക്കും. വിശേഷമായിട്ട് പൊതുവെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വൃശ്ചിക രാശിക്കാർക്കും മേടരാശിക്കാർക്കും ബുധൻ്റെ ദശ ദോഷം തന്നെയായിരിക്കും. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ശുഭത്വം വരുള്ളൂ. അത് ഗ്രഹത്തിന് ബുധന് അതീവ ശുഭത്വം ഉണ്ടാവണം. 6-ാം ഭാവ ബന്ധം വരാൻ പാടില്ല. 6-ാം ഭാവ ബന്ധം ബുധന് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ 6-ാം ഭാവത്തിൻ്റെ ഭാവദ്ഭാവകം എന്ന് പറയും. 6-ാം ഭാവത്തിൻ്റെ 6-ലോ 8-ലോ 12-ലോ മറിഞ്ഞിരിക്കണം ബുധൻ. അതായത് മേടലഗ്നത്തിന് 6-ാം ഭാവമായ കന്നിയുടെ ഫലങ്ങൾ ബുധൻ തരാതിരിക്കുന്ന ജാതകങ്ങൾ എപ്പോഴും കന്നിക്ക് 12-ആയ ചിങ്ങത്തിൽ ബുധൻ നിൽക്കുകയോ, അല്ലെങ്കിൽ കന്നിയുടെ 6-ാം ഭാവമായ കുംഭത്തിൽ ബുധൻ നിൽക്കുകയോ, അല്ലെങ്കിൽ കന്നിയുടെ 8-ാം ഭാവമായ മേടത്തിൽ ബുധൻ നിൽക്കുകയും ചെയ്യണം. മേടം, കുംഭം, ചിങ്ങം രാശികളിൽ ബുധൻ നിന്നാലാണ് 6-ാം ഭാവ ബന്ധം വരാതിരിക്കുള്ളൂ. പിന്നെ മിഥുനത്തിൽ നിൽക്കുന്ന ബുധനും, മിഥുനം എന്ന് പറയുന്നത് കന്നിക്ക് 10-ാം ഭാവമാണ്, പക്ഷെ മിഥുനൻ രാശി ആയതുകൊണ്ട് കൂടുതൽ ഫലം 3-ാം ഭാവബലമായിട്ട് തന്നെ തരും. എങ്ങനെ 6-ാം ഭാവബലം ഞാൻ പറഞ്ഞു, 6, 8, 12 നിൽക്കുന്ന ബുധൻ 6-ാം ഭാവത്തിൻ്റെ ദോഷങ്ങളൊന്നും തരില്ല. അപ്പോൾ ആ ദശ വരികയാണെങ്കിൽ, ഇപ്പോൾ മേടരാശിക്ക് മേടലഗ്നത്തിന് 6-ാം ഭാവാധിപനായ ബുധൻ്റെ ദശ വന്നു, പക്ഷേ ബുധൻ വന്നിട്ട് ചിങ്ങത്തിലാണെങ്കിൽ ആ ബുധദശ കാര്യമായിട്ട് ദോഷം ചെയ്യില്ല. ആപത്തും വരാൻ പാടില്ല. ചൊവ്വ, ശനി, രാഹു ബന്ധം ബുധന് വന്നുകൂടാ. ചൊവ്വ, ശനി, രാഹു ബന്ധം വന്നാൽ എവിടെ നിന്നാലും ഫലം ഒരുപോലെയാണ്. 6-ാം ഭാവാധിപനായതുകൊണ്ട്, അല്ലെങ്കിൽ ഏത് ഭാവാധിപനാണെങ്കിലും പാപത്വം വരുമ്പോൾ ദോഷം തന്നെ വരുള്ളൂ, ഗുണം വരില്ല. പക്ഷേ ബുധൻ കന്നി രാശിയുടെ നാഥനായ അല്ലെങ്കിൽ 6-ാം ഭാവാധിപനായ ബുധൻ ചിങ്ങത്തിലോ കുംഭത്തിലോ മേടത്തിലോ നിൽക്കുന്നുണ്ടെങ്കിൽ 6-ാം ഭാവ ബന്ധം വരാത്തത് കൊണ്ട് തന്നെ ആ 6-ാം ഭാവാധിപൻ്റെ ദശ 20% മാത്രമേ 6-ാം ഭാവബലം തരുള്ളൂ. 80% 3-ാം ഭാവാധിപനായിട്ടുള്ള
മിഥുനത്തിൻ്റെ ഫലങ്ങളായിരിക്കില്ല. മിഥുനം എന്ന് പറയുന്നത് ധൈര്യം, വീര്യം, കീർത്തി മുതലായ കാര്യങ്ങളാണ്. 6ാം ഭാവം എന്ന് പറയുന്നത് കടം, ദുരിതം, വിപത്ത്, അതുപോലെ ആക്സിഡൻറ്റ്, അതുപോലെ മത്സരം, യുദ്ധം അല്ലെങ്കിൽ കലഹം, രോഗം, ഇതെല്ലാം വരും. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? രോഗമാണോ, കടമാണോ, വിപത്താണോ എന്ന് തീരുമാനിക്കുന്നത് അടുത്ത സ്റ്റെപ്പുകളിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. എന്ത് തരും? ശത്രു ഉണ്ടാവുമോ? ശത്രു, രോഗം, വിപത്ത്, ഋണം, അങ്ങനെ പല കാര്യങ്ങളും 6ാം ഭാവം. 6ാം ഭാവത്തിന് നല്ലതൊന്നുമില്ല എന്നുള്ളതാണ്. 6ാം ഭാവത്തിൽ നല്ലതൊന്നുമില്ല, എല്ലാം ദോഷങ്ങളാണ്. 6ാം ഭാവാധിപൻ്റെ ദശ വന്നുകൂടാ. ഏത് ലഗ്നമാണ്? മേടലഗ്നത്തിന് 6ാം ഭാവാധിപനായ ബുധദശ വരുന്നത് നന്നല്ല. 8 ബന്ധങ്ങൾ എപ്പോഴും ദോഷം ചെയ്യും. വൃശ്ചിക ലഗ്നത്തിന് ബുധദശ നന്നാവില്ല. ശുക്രന് ഇടവ ലഗ്നത്തിന് ഗുരുവിൻ്റെ ദശ നന്നാവില്ല. തുലാലഗ്നത്തിന് ശുക്രൻ്റെ തന്നെ ലഗ്നമായിട്ടുള്ള ഇടവം തുലാലഗ്നക്കാർക്ക് ഗുരുദശ നന്നാവില്ല. 1, 6, 8 ആയിട്ട് വരും. അതുപോലെ കന്നി ലഗ്നത്തിന്, മിഥുന ലഗ്നക്കാർക്ക് 2നും 6, 8 ആയിട്ട് ചൊവ്വ വരും. ചൊവ്വയുടെ, അതായത് ബുധന് ചൊവ്വയും ചൊവ്വയ്ക്ക് ബുധൻ്റെയും ദശ വന്നുകൂടാ. ബുധൻ്റെ ലഗ്നക്കാർക്ക് ചൊവ്വയുടെ ദശയും ചൊവ്വയുടെ ലഗ്നക്കാർക്ക് ബുധൻ്റെ ദശയും ജന്മവിരോധം തന്നെയാണ്. വരാൻ പാടാത്ത ദശയാണ്. അതുപോലെ കർക്കടക ലഗ്നത്തിന് ശനിയുടെ, അഷ്ടമാധിപനായ ശനിയുടെ ദശ വന്നുകൂടാ. അതുപോലെ ചിങ്ങലഗ്നക്കാർക്ക് 6ാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ ദശ വന്നുകൂടാ. അങ്ങനെയാണ്. ശനിക്ക് വന്നിട്ട് സൂര്യചന്ദ്രന്മാരുടെ ദശ. കുംഭരാശിക്കാർക്ക് ചന്ദ്രൻ്റെ ദശ ഒട്ടും വന്നുകൂടാ. മകരരാശിക്കാർക്ക് സൂര്യൻ്റെ ദശ വന്നുകൂടാ. ഇങ്ങനെയാണ്. അതായത് ജന്മവിരോധമാണ്. അത് വന്നാൽ തന്നെ ദോഷം തന്നെയാണ്. അപ്പോൾ ഈ വളരെ 6ാം ഭാവാധിപൻ നമുക്ക് ഗുണങ്ങളൊന്നും തരുന്നില്ല. മാത്രമല്ല പാപത്തും കൂടി. 6ാം ഭാവാധിപൻ മേടലഗ്നമാണ്. ബുധൻ ശുഭനായി അല്ലെങ്കിൽ 3ാം ഭാവത്തിൽ നിന്നു. മേടലഗ്നത്തിൻ്റെ 3 മിഥുനത്തിൽ ബുധൻ നിന്ന് ഗുരുദൃഷ്ടിയോ ശുക്രയോഗമോ, അല്ലെങ്കിൽ ശുക്രയോഗം നോർമലായിട്ട് ബുധന് വരുന്നൊരു കാര്യമാണ്. ശുക്രയോഗം വന്നു നിൽക്കുന്ന ബുധനാണെങ്കിൽ ശുഭനായിരിക്കും. ആ ദോഷം ചെയ്യില്ല. പക്ഷെ അതേസമയം കന്നിരാശിയിൽ നിന്ന് അല്ലെങ്കിൽ മീനരാശിയിൽ നിന്ന് കന്നിയിലേക്ക് നോക്കി, ഇങ്ങനെയുള്ള അവസ്ഥയിൽ കന്നിരാശിയിൽ നിൽക്കുകയോ മീനരാശിയിൽ നിന്ന് കന്നിയിലേക്ക് നോക്കുകയോ ചെയ്തിട്ട് അവിടെ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ ശനിയുടെയോ അല്ലെങ്കിൽ ചൊവ്വയുടെയോ യോഗം വരികയാണെങ്കിൽ ആ ബുധദശ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ്. വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ 6ാം ഭാവാധിപൻ്റെ ദശ ഭയക്കേണ്ടത് തന്നെയാണ്. 6ാം ഭാവാധിപൻ്റെ ദശ വരുന്ന സമയത്ത് നമുക്ക് ജ്യോതിഷിയെ കാണേണ്ടതായിട്ട് തന്നെ വരും മിക്കവാറും. കാര്യം അങ്ങനെയുള്ള സമയങ്ങളിലാണ് ജ്യോതിഷികളുടെ അടുത്ത് കൂടുതൽ ആളുകൾ വരുന്നത്. കാര്യം 6ാം ഭാവാധിപൻ്റെ ദശയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നതും, അത് രോഗമാണോ, ദുരിതമാണോ, കടമാണോ എന്ന് തീരുമാനിക്കുന്നതും, അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. രോഗമാണ് 6ാം ഭാവാധിപൻ്റെ ദശ വരുമ്പോൾ ചോദ്യം ഉണ്ടല്ലോ. 6ാം ഭാവാധിപൻ വന്നു, രോഗമാണോ വരിക, കടാണോ വരിക, ശത്രുവാണോ വരിക, വിപത്താണോ വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കും. അപ്പോൾ രോഗമാണ് വരണമെങ്കിൽ, രോഗം എവിടെയാണ് വരിക? ശരീരത്തിനാണ് വരിക. ശരീരത്തിന് വരുന്നത് എങ്ങനെയാണ്? 6ാം ഭാവാധിപൻ്റെ ദശ മനസ്സിന് വരാം, ഇല്ല എന്നല്ല, അതിന് വേറെ കുറേ കാര്യങ്ങൾ വേണം. ശരീരത്തിന് വരുന്നത് ലഗ്നാധിപന് ബലമില്ലാത്ത സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ജാതകത്തിലെ ലഗ്നാധിപനും ലഗ്നത്തിനും ബലമില്ലെങ്കിൽ 6ാം ഭാവാധിപൻ്റെ ദശ വരുമ്പോൾ രോഗം വരും. രോഗമാണ് വരിക. ശരീരത്തിനെ പീഡിപ്പിക്കും. അതേസമയം 2ാം ഭാവത്തിന് ബലമില്ല എന്ന് വയ്ക്കുക. 2ാം ഭാവത്തിന്, ലഗ്നത്തിനൊക്കെ ബലമുണ്ട്, അപ്പോൾ രോഗം വരില്ല. 6ാം ഭാവാധിപൻ്റെ ദശ വരുമ്പോൾ രോഗം വരില്ല. 2ാം ഭാവാധിപൻ ബലമില്ല, 6ാം ഭാവാധിപൻ്റെ ദശ വരികയാണ്. 2ാം ഭാവാധിപൻ കെട്ടു, ഭാവം കെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 6ാം ഭാവാധിപൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ കടം വരും, വൻ കടം. ആ കടം നമുക്ക് ഇതായി പോവില്ല, രക്ഷപ്പെട്ടു പോവില്ല. പിന്നെ ലഗ്നാധിപൻ അതീവ ശുഭനും ലഗ്നം അതീവ ശുഭത്വത്തിലാണെങ്കിൽ 6ാം ഭാവാധിപൻ്റെ ദശ കഴിഞ്ഞാൽ അതൊന്ന് റിക്കവറാവും. നല്ല ദശ പിന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ, നല്ല ദശകൾ വരണം. ദശയാണ് ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത്. ജാതകത്തിൽ ലഗ്നവും ദശയാണ് പ്രധാനം, മറ്റൊന്നുമല്ല. ദശകൾ നന്നായി കിട്ടുക എന്നുള്ളത്, ജാതകം നന്നാവുന്നതിനേക്കാൾ വിശേഷമാണ് നല്ല ദശകൾ വരിക എന്നുള്ളത്, നല്ല ശുഭദശകൾ വരിക എന്നുള്ളത് വലിയൊരു വസ്തുത. അപ്പോൾ നമ്മൾ കടം ആണെങ്കിൽ 2ാം ഭാവത്തിന് 2ാം ഭാവാധിപനും കാരകനും ഒക്കെ കെട്ടുപോകണം. രോഗമാണെങ്കിൽ ലഗ്നാധിപൻ കെട്ടുപോകണം എന്ന് പറഞ്ഞു.
6-ാം ഭാവാധിപൻ്റെ ദശ വരുമ്പോഴത്തെ കാര്യം പറയുന്നത്. 6-ാം ഭാവാധിപൻ്റെയോ 8-ാം ഭാവാധിപൻ്റെ ദശകൾ വരുമ്പോൾ എന്താണ് വരിക? രോഗമാണോ, ദുരിതമാണോ, കടമാണോ? വിപത്താണെങ്കിലോ? വിപത്താണെങ്കിൽ ചൊവ്വയാണ് വിപത്തിൻ്റെ കാര്യം. ചൊവ്വ കെട്ടുപോകണം. വിപത്ത് 6-ാം ഭാവമാണ്. 6-ാം ഭാവം മൊത്തം നശിച്ചു പോകണം. പ്ലസ് ചൊവ്വ, കാരകനായ ചൊവ്വയും നശിച്ചു പോകണം. ചൊവ്വയ്ക്ക് രാഹു ബന്ധം നശിക്കുക മീൻസ് അമാവാസി ചന്ദ്രൻ, രാഹു, ശനി പോലെയുള്ള ബന്ധം ചൊവ്വയ്ക്ക് വരും. വിപത്തായിട്ട് വരും. ആക്സിഡൻറ്റുകൾ വരും, വിപത്തുകൾ വരും, കലഹങ്ങൾ, യുദ്ധം ഉണ്ടാവുന്നതും ഈ ചൊവ്വയ്ക്ക് ദോഷം വരുമ്പോൾ തന്നെ. പിന്നെ ശത്രു ഉണ്ടാവുക, യുദ്ധം ഒന്നുകൂടി, അല്ലെങ്കിൽ യുദ്ധം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ഉണ്ടാവണമെങ്കിൽ ഗജകേസരി യോഗം എന്ന് പറയുന്നൊരു യോഗം, അല്ലെങ്കിൽ ചന്ദ്രനും ഗുരുവും കൂടി പരസ്പര ദൃഷ്ടി അല്ലെങ്കിൽ പരസ്പര യോഗമായിട്ട് നിൽക്കുന്ന ജാതകങ്ങളിൽ മിക്കവാറും 6-ാം ഭാവാധിപൻ്റെ ദശ വരുന്ന സമയത്ത് മത്സരം ഉണ്ടാവും, പകയുണ്ടാവും, തമ്മിൽ ബഹളം ഉണ്ടാവും. അത് വരുന്നത് ചന്ദ്രനും ഗുരുവും ഒരു ജാതകത്തിൽ ഒന്നിച്ച് നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലാണ് ശത്രുത, പരസ്പരമായിട്ട് കലഹം, ദാമ്പത്യത്തിലാവാം, സുഹൃത്തുക്കളുമായിട്ടാവാം, സഹോദരങ്ങൾ, അതൊക്കെ നമ്മൾ കാരകത്വം കൂടി നോക്കും. ശുക്രനും കൂടി പെട്ടിട്ടുണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിലാവും. ശുക്രനും പാപത്വം വന്നു, ശുക്രൻ കെട്ടുപോയി, 7-ാം ഭാവം കെട്ടുപോയി. അപ്പോൾ ദാമ്പത്യ കലഹം വരാം, ദാമ്പത്യമായിട്ട് പക വരാം, ദാമ്പത്യ ശത്രുത വരാം, കേസ്, കോർട്ട്, വഴക്ക്, ഡൈവോഴ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതെല്ലാം വരുന്നത് 6-8 ഭാവാധിപന്മാരുടെ ദശാ സമയങ്ങളിലാണ്. പ്രധാനമായിട്ടും ജ്യോതിഷികളുടെ പരിഗണന വിഷയം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജ്യോതിഷികൾ നോക്കുന്നതും ഒരു പക്ഷേ 6-ാം ഭാവാധിപൻ്റെയും 8-ാം ഭാവാധിപൻ്റെയും ദശകൾ വരുന്ന ആളുകളുടെ ജാതകങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതാണ് അനുഭവം. മറ്റ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് മറ്റൊക്കെ മാറ്റി നിർത്തിയാൽ കൂടുതലും വരുന്നത്, പ്രോബ്ലമായിട്ട് വരുന്നത് 6-8 ഭാവാധിപന്മാരായിരിക്കും. അല്ലെങ്കിൽ ലഗ്ന ശുഭത്വം ഒട്ടുമില്ല, ഒരിക്കലും അവർ നല്ല രീതിയിൽ ജീവിച്ചിട്ടില്ല, ഒരു സമയത്തും അവർക്ക് എക്സസ് ധനം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവർ ലഗ്നത്തിന് അതീവ പാപത്തുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും നല്ല രീതിയിൽ ജീവിതം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരും വരാം. ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ജ്യോതിഷിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണത് വരിക, എങ്ങനെയാണ് ജ്യോതിഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ജാതകത്തിൽ നിന്ന് അത് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്.